എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ടൈം ട്രാവൽ നടത്താൻ പോവുകയാണ്. 70 വർഷം പിന്നോട്ട്, അതായത് 1952ലേക്ക്. ഒരു പഴയ മാസികയുടെ താളുകളിലൂടെ അന്നത്തെ കാലത്ത് ആളുകൾ സ്വയം മെച്ചപ്പെടാനും ജീവിതത്തിന് ഒരു വഴികാട്ടിയായി കണ്ടിരുന്നതും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ. 1952 ഒരാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തണം, കുറച്ചുകൂടി നന്നായി ജീവിക്കണം എന്നൊക്കെ തോന്നിയാൽ അവർക്ക് എങ്ങനെയുള്ള ഉപദേശങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഇന്നത്തെ നമ്മുടെ സെൽഫ് ഹെൽപ്പ് ലോകത്ത് നിന്ന് അതിന് എന്ത് വ്യത്യാസമുണ്ടായിരുന്നു? വാ, നമുക്ക് കണ്ടെത്താം. നമ്മുടെ ഈ യാത്രയ്ക്ക് ആധാരം എന്താണെന്നല്ലേ? ഇതാണ് സംഭവം. അഖണ്ഡജ്യോതി മാസികയുടെ 1952 ഒക്ടോബർ ലക്കത്തിലെ ഉള്ളടക്കത്തിന്റെ ഒരു പേജ്. ഇത് വെറും ഒരു വിഷയങ്ങളുടെ ലിസ്റ്റല്ല കേട്ടോ, മറിച്ച് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ചിന്തകളിലേക്കും അവരുടെ ചോദ്യങ്ങളിലേക്കും ഒക്കെ തുറക്കുന്ന ഒരു താക്കോലാണിത്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? പക്ഷേ നേരെ ലേഖനങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മാസികയുടെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ മാസിക വെറുമൊരു സാധാരണ പ്രസിദ്ധീകരണമായിരുന്നില്ല, പിന്നെയോ അതൊരു വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു. ഭാരതത്തിന്റെ പൗരാണികമായ അറിവുകളെ അടിസ്ഥാനമാക്കി ലോകം മുഴുവൻ ഒരു ധാർമ്മികവും ആത്മീയവുമായ ഉണർവ് കൊണ്ടുവരിക, അതായിരുന്നു അവരുടെ ദൗത്യം. ഇനി നമുക്ക് ഈ മാസികയുടെ ഹൃദയത്തിലേക്ക്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു വ്യക്തിയുടെ ആന്തരിക വളർച്ചയ്ക്ക് ആവശ്യമായ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ, ഈ തലക്കെട്ടുകൾ കണ്ടോ? കർമ്മയോഗത്തിന്റെ രഹസ്യം, ഗായത്രി ഉപനിഷത്ത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാവുമല്ലേ? ഇതൊരിക്കലും കുറച്ച് ടിപ്സ് തന്നുവിടുന്ന പരിപാടി ആയിരുന്നില്ല. ഫലം ആഗ്രഹിക്കാതെ എങ്ങനെ കർമ്മം ചെയ്യാം എന്ന കർമ്മയോഗവും ഗായത്രി മന്ത്രത്തിന്റെ ആഴത്തിലുള്ള അറിവുകളും യോഗയുടെ പ്രായോഗിക വശങ്ങളും ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? വായനക്കാർക്ക് ആഴത്തിലുള്ള ഒരു തത്വചിന്താപരമായ അടിത്തറ നൽകാനാണ് ഈ മാസിക ശ്രമിച്ചിരുന്നത്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഈ വലിയ വലിയ തത്വചിന്തകൾ പറയുന്നതിനൊപ്പം തന്നെ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിന് വളരെ ആവശ്യമായ ചില പ്രായോഗിക ഉപദേശങ്ങളും ഈ മാസിക നൽകുന്നുണ്ട്. ആരോഗ്യത്തിന്റെ താക്കോൽ, എങ്ങനെ സുഖമായി ഉറങ്ങാം, ഇതൊക്കെ കണ്ടോ എത്രത്തോളം പ്രായോഗികമായ വിഷയങ്ങളാണെന്ന് നോക്കിക്കേ. നമ്മുടെ ശാരീരിക ആരോഗ്യം മുതൽ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് വരെ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതിൽ കൊടുത്തിരുന്നു. ആ വലിയ ആത്മീയ ചിന്തകളും നമ്മുടെ ദൈനംദിന ജീവിതവും തമ്മിലുള്ള ഒരു പാലം, അതായിരുന്നു ഇത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവം? വലിയ വലിയ ആത്മീയ ആശയങ്ങളെ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിലെ വളരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളുമായിട്ട് ഭംഗിയായിട്ട് ഇണക്കിച്ചേർക്കുകയായിരുന്നു ഈ മാസിക. അടുത്തത് എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു ഭാഗമാണ് നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ. ഈ വിഷയങ്ങളെ ഈ മാസിക എങ്ങനെയാണ് സമീപിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, മനുഷ്യന്റെ ഉള്ളിലൊരു പോരാട്ടം പോലെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ നമ്മുടെ ശത്രുക്കൾ, തൃഷ്ണ എന്ന പിശാച്, വെറുതെയുള്ള ടെൻഷനുകൾ, ഇതൊക്കെയാണ് വെല്ലുവിളികൾ. എന്നാൽ മറുഭാഗത്തോ, അതിനെ നേരിടാനുള്ള ആയുധവും അവർ തരുന്നുണ്ട്: സ്നേഹത്തിന്റെ പാത. കണ്ടോ, നമ്മുടെയെല്ലാം ഉള്ളിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങൾക്ക് ഒരു വഴികാട്ടി കൂടിയായിരുന്നു ഇത്. അപ്പോ ഇത്രയും കണ്ടതിൽ നിന്ന് 1952 ഈ മാസികയുടെ ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താണ് ഇതിന്റെ ഒരു ആകെത്തുക? നമുക്ക് നോക്കാം. സിമ്പിളായി പറഞ്ഞാല് 1952 ഒരു നല്ല ജീവിതം നയിക്കാനുള്ളൊരു ബ്ലൂ പ്രിന്റ് പോലെയാണിത്. നോക്കൂ, അതിന്റെ ഒരു പ്രധാന ഭാഗം, അതായത് 40% ആഴത്തിലുള്ള തത്വശാസ്ത്രത്തിനാണ്. പിന്നെ 30% പ്രായോഗിക ജീവിതത്തിനും ബാക്കി 30% നമ്മുടെ മനസ്സിന്റെയും വികാരങ്ങളുടെയും ആരോഗ്യത്തിനും. എല്ലാം ചേർന്നൊരു സമ്പൂർണ്ണ പാക്കേജ് അല്ലേ? അവസാനമായി ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു വലിയ കാര്യമുണ്ട്. അത് നന്നായി ഒന്ന് ഉറങ്ങാനുള്ളൊരു വഴി കണ്ടെത്താനാണെങ്കിലും ശരി, അല്ലെങ്കിൽ കർമ്മയോഗം എന്ന വലിയ തത്വത്തിന്റെ രഹസ്യം അറിയാനാണെങ്കിലും ശരി, ഒരു മികച്ച ജീവിതം തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. അപ്പോ ഈ ഒരു വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. 70 വർഷം കഴിഞ്ഞിന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ഉത്തരം തേടുന്ന, കാലത്തെ അതിജീവിക്കുന്ന ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ.